ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി നമ്മൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ പാർട്സായിട്ട്. ചിലപ്പോൾ ഓരോന്നോരോന്നായിട്ട് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ബോണ്ട് അയച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് എന്താ പണി വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ബമ്പർ അയക്കണം. ഫ്രണ്ട് ബമ്പർ അയച്ചിട്ട് നമുക്ക് ഫെൻഡർ അയക്കണം. ആ തട്ടിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പാർട്സ്, അതായത് അയക്കുന്നതിൻ്റെ ഫ്രണ്ടിലുള്ള കുറച്ച് പാർട്സ് ചെറിയൊരു ബെൻഡ് ഉണ്ട്. അതൊക്കെ നമുക്ക് അടിച്ച് നിവർത്തണം. അല്ലെങ്കിൽ എന്താ സംഭവിച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ കിറ്റ് കയറ്റുമ്പോൾ എന്താ പറയുക, അലൈൻമെൻറ്റിൽ വ്യത്യാസം വരും. അങ്ങനെയൊക്കെ ആയിട്ട് കിടക്കും. അപ്പോൾ ഓരോ ബോൾട്ട് ഓരോ ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ അയക്കുന്നുണ്ട്. ക്ലിപ്പുകൾ അയക്കുന്നുണ്ട്. BMW പോലത്തെ വണ്ടികൾക്ക് മെയിനായിട്ട് വരിക പ്ലാസ്റ്റിക് പോർഷൻസ് ഇങ്ങനെ ടോപ്പിൽ കുറേ വരും. അതൊക്കെ അയച്ചതിന് ശേഷം വേണം നമുക്ക് ബമ്പർ അയക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും പണി ഇറക്കട്ടെ. ഓക്കെ, എല്ലാം പശുവിൻ്റെ പശുവിൻ്റെ പേരിലൂടെ ഈ എല്ലാം കേൾക്കണത് ബെൻഡുണ്ട്. ഈ ഒരു ടോപ്പ് ബെൻഡുണ്ട്. ഇത് അയച്ചിട്ട് ഈ ഫ്ലാപ്പ് മൊത്തം അയച്ചിട്ടുണ്ടാവും. ഫ്ലാപ്പ് മാറാനുള്ളതാണ്. പൊട്ടിയുണ്ട്. ഇവിടെ ചെറിയ ബെൻഡ് വന്നിട്ടാ. അപ്പം വീഡിയോണ്ടാവില്ല. പൊട്ടിയതാണ് കേട്ടോ കട്ടല്. ഈ ഒരു പീസ് വരുന്നുണ്ട്. നല്ല പുറത്ത് എടുത്തേക്കാം. മനെ ഈ സൈഡ് എടുത്ത പൊട്ടി. ഈ സൈഡ് എടുത്തണ്ട ഈ ഒരു പീസൊക്കെ പൊട്ടിപ്പോയി. യെസ്, അതിനകത്തിന്റെ അവിടെ അഴിക്കേ. അങ്ങനല്ല ഈ ഇപ്പം ഇങ്ങോട്ട് പിടിച്ചില്ലേ, അങ്ങനെ അയക്കേ. അങ്ങനല്ലടാ കൽബ, അങ്ങനല്ലടാ. ഇങ്ങോട്ട് ഇപ്പൊ ഇങ്ങോട്ട് പിടിച്ചില്ലേ, അങ്ങനെ അയക്കി. ഈ ഇപ്പുറത്തേക്ക് പിടിച്ചേരുന്നില്ലേ, അത് പിടിക്ക്. ഈ അപ്പുറത്ത് അയച്ചതല്ലേ. അപ്പൊ അതുകൊണ്ട് അത് നമ്മളിതേ ഇത്രയും അഴിച്ച് സെറ്റാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ പൊട്ടിയെന്ന് പറഞ്ഞത് ഇതേ ഇവിടെയാണ് കേട്ടോ. വേണ്ട, ഇവിടുത്തെ ഒരു പീസ് പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ ഈ ഒരു പോർഷൻസൊക്കെ പൊട്ടിയതാണ് കേട്ടോ. ഈ ഒരു പീസൊക്കെ കണ്ട പൊട്ടിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ അതെ ഈ ഒരു ഗ്രില്ലിൻ്റെ ഇതൊക്കെ നമുക്ക് മാറാനുള്ളതാണ്. അതുകൊണ്ട് പിന്നെ പൊട്ടിയോണ്ട് കുഴപ്പമില്ല. ഈ ഒരു പീസ് പിന്നെ അവിടെയുള്ള പീസൊക്കെയാണ് നമുക്ക് പ്രശ്നം വരിക. പിന്നെ ഈ ഒരു കാർഡ് കണ്ട, ഇത് ചെറിയൊരു ബെൻഡ് ഉണ്ട്. ഇതിൽ ചെറുതായിട്ട് ഇങ്ങനെ ബെൻഡായിട്ടുണ്ട്. സോ നമുക്കത് മിക്കവാറും നിവർത്തേണ്ടി വരും. അപ്പോൾ അത് നിവർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിറ്റ് വന്നതിന് ശേഷം നമുക്കത് എത്രത്തോളം നിവർത്തണം എന്താ കാര്യങ്ങളെന്ന് അറിയാൻ പറ്റുള്ളൂ. സോ എന്തായാലും കിറ്റ് വരട്ടെ. അപ്പോൾ ഇത്രയ്ക്ക് പാർട്സാണ് നമ്മൾ അയച്ചത്. സൈഡ് സ്കേർട്ട് അയച്ചിട്ടുണ്ട്. അതുപോലെ അതേ ഫുള്ള് പാർട്സ് നമ്മൾ അയച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതായത് ഈ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മഡ് ഫ്ലാപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇതെന്താ സംഭവം കഴിഞ്ഞാൽ നമ്മൾ ബോൾട്ടോൾ, അതായത് അയച്ച ബോൾട്ടോൾ നെറ്റ് ബോൾട്ടോൾ ഉണ്ടല്ലോ, അത് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് നമ്മൾ എഴുതി വെച്ചേക്കാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ ലാസ്റ്റ് ടൈമിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക കിട്ടാതെ നമുക്ക് അങ്ങോട്ടും കൂടെ ആയിപ്പോവും. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തോ. ഒരു എന്താ പറയുക പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ എവിടുത്തെയാണ് എന്താണെന്ന് അറിയാതെ നമുക്ക് ഡൗട്ടായി പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ 2 ഫെൻഡർ, പിന്നെ അതേ സ്കേർട്ട്, സൈഡ് സ്കേർട്ട്, അവിടെ സ്കേർട്ട് ഉണ്ട്, പിന്നെ ബോണറ്റ്, ബമ്പർ കാര്യങ്ങളെല്ലാം അയച്ചു. ഇനി നമുക്ക് അയക്കാൻ ബാക്കാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് പാർട്സും കൂടി നമുക്ക് അയക്കാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിൻ്റെ പരിപാടി നോക്കാം. എന്തായാലും ഇന്ന് ഫുൾ കണ്ട് അയച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് ലൈറ്റ് ആയാലും കുഴപ്പമില്ല, ഫുൾ അയച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് തിരിച്ചിട്ടിട്ട് നമുക്ക് അയച്ചിടാം. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി തിരിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓരോ പാർട്സായിട്ട് നമുക്ക് അഴിക്കാൻ തുടങ്ങാം. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ അഴിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഞങ്ങൾ 2 ആളല്ലേ ഉള്ളൂ. സോ വീഡിയോ എടുക്കാൻ വേണ്ടി വേറൊരാളില്ല. അപ്പോൾ അതുകൊണ്ട് അഴിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ വീഡിയോ വരില്ല കേട്ടോ.
ഓക്കെ. ഞാൻ അയച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കും മിക്കവാറും കാണിക്കാം. നോക്കട്ടെ, പറ്റുവെച്ചാൽ ഞാൻ അങ്ങനെ കാണിക്കാം. പിന്നെ ഈ ഒരു ഡിക്കി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് കുറച്ചധികം പണിയുണ്ട്. വണ്ടിയിൽ നോക്കടാ, കുറച്ചധികം പണിയുണ്ട്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ അയച്ചിടണം. പിന്നെ ടൈലറിൻ്റെ വയറിങ്ങും കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. കുറച്ച് പണിയുണ്ട്. നമുക്ക് ഡിക്കി അഴിക്കുക എന്നുള്ളത്. സോ നമുക്കിനി അതിൻ്റെ മുകളിൽ ഇരിക്കാം. ഇനിയും ഒരു മാക്സിമം ഒരു എന്താ പറയുക, ഒരു 1.5 hour 2 hour നമുക്ക് ഇനിയും വേണ്ടി വരും ഇത് ഫുൾ അയച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അധികം പണിയൊന്നുമില്ല. നമുക്ക് ഈ പവർ പ്ലഗും കാര്യങ്ങളൊക്കെയാണ് അയച്ചിടാനുള്ളത്. കിറ്റ് അയക്കാനും ഒക്കെ സിമ്പിളാണ്. ഈ പ്ലഗുകൾ അയക്കുമ്പോൾ നോക്കി ശ്രദ്ധിച്ച് അഴിക്കണം എന്ന് മാത്രം. കാരണം പ്ലഗിൻ്റെ ഒരു ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മാത്രം നോക്കണം എന്ന് മാത്രം, ഇത്രേ ഉള്ളൂ. ഓക്കെ. നമുക്കിനി ഡിക്കി ഓപ്പൺ ആക്കിയിട്ട് ഡിക്കി നമുക്ക് പണി തുടങ്ങാം. സോ നമ്മൾ ഡിക്കി അഴിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് സ്ക്രൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് അത് അഴിച്ചിട്ട് ഈ ഒരു ഫ്ലാപ്പ് നമുക്ക് ആദ്യം അയച്ചെടുക്കാം. ഈ ഫ്ലാപ്പ് അയച്ചെടുക്കാണ്ടി മുന്നേ ഈ വക സ്വിച്ചിൻ്റെ ഓരോ ഇതും അതുപോലെ ഈ ലൈറ്റിൻ്റെ ഇതൊക്കെ നമ്മൾ അയച്ചെടുക്കാനുണ്ട്. സോ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാണ് കേട്ടോ, നിങ്ങൾ അയക്കണം എന്നല്ല പറയുന്നത്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാണ്. അപ്പോൾ സോ അത് ശ്രദ്ധിച്ചിട്ട് അയച്ചിട്ട് വേണം പിന്നെ ആ ഒരു ഫ്ലാപ്പ് അയച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഡിക്കി അയച്ചിട്ടുണ്ട്. ഇതേ ഡിക്കി ഇതേ ഇരിക്കുന്നു. അഴിക്കുന്ന ടൈമിൽ ആ ഒരു ത്രില്ലിൽ ഞാൻ അയച്ചു പോകുന്നു, കാണിച്ചൊന്നുമില്ല. ഓക്കെ. ചെറിയ വയറിങ്ങും കാര്യങ്ങളൊക്കെ ഇതൊക്കെ പ്ലഗുകളാണ് കേട്ടോ. നമുക്ക് വേറെ വയറിങ് കട്ടിങ്ങോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ പ്ലഗുകൾ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഡിക്കി അയച്ചെടുക്കാൻ വേണ്ടുള്ളൂ. വലിയ പണികളൊന്നുമില്ല. പിന്നെ ഇത് ഓട്ടോമാറ്റിക് മോട്ടർ ആയതുകൊണ്ട് അത് അങ്ങനെ നിൽക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് ബമ്പർ അയക്കാനുള്ള പരിപാടി തുടങ്ങാം. ബമ്പർ അയച്ചിട്ട് നമുക്ക് ടൈലൈറ്റ് അയച്ചെടുക്കാം. ഓക്കെ. ബമ്പറിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ എവിടെ വരുന്നതെന്ന് കറക്റ്റ് നോക്കി ആ ലോക്കും കാര്യങ്ങളൊക്കെ പക്കെ അയച്ചിട്ട് വേണം നമുക്ക് ബമ്പർ അയക്കാൻ വേണ്ടിയിട്ട്. വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ലൈക്ക് നമ്മുടെ ബമ്പർ അയച്ചു, അതുപോലെ ഡിക്കി അയച്ചു, ടൈലൈറ്റ് അങ്ങനെ വെച്ചു. നമ്മൾ വരുമ്പോൾ അയക്കാമെന്ന് വിചാരിച്ചു. ഒരു 1 hourൻ്റെ ഉള്ളിൽ ഫുൾ പണി കഴിഞ്ഞു കേട്ടോ. അഴിക്കലും പിടിക്കലൊക്കെ കഴിഞ്ഞ്. ഓക്കെ. പിന്നെ ഇവിടെ നമ്മളിങ്ങനെ ഈ പാർട്സ് കൂട്ടിയിട്ട് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ബോണറ്റ് നമുക്ക് എന്താ പറയുക ബെൻഡായതുകൊണ്ട് ആണ് അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ പാർട്സ് വെച്ചേക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ആവാത്ത പാർട്സൊന്നും ഞങ്ങളിങ്ങനെ മേലെ ഇടാറില്ല കേട്ടോ. ബാക്കിയുള്ള പാർട്സ് നമ്മൾ സേഫ് ആക്കിയിട്ട് വെച്ചിരിക്കണം. സ്കേർട്ട് നമ്മൾ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഡിക്കി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബാക്കിലത്തെ ഒരു സ്കേർട്ടാണ് കേട്ടോ. ഓക്കെ. ബമ്പറിൻ്റെ താഴെ വരുന്നത്. പിന്നെ ഈ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് 2 ഫെൻഡർ ഇരിക്കുന്നത്, സ്കേർട്ട് ഇരിക്കുന്നത്, അതുപോലെ ബാക്ക് ബമ്പർ ഇരിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഓൾമോസ്റ്റ് അഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കിറ്റ് നാളെ വരും. കിറ്റ് നാളെ വന്ന് സാധാ നമ്മൾ കിറ്റ് കയറ്റി നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടി തുടങ്ങും. ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടി എടുത്തിട്ട് നമ്മൾ അപ്പുറത്തേക്ക് ഇടുകയാണ്, ഇവിടെ ഇടുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ അയച്ചിട്ടേക്കാണല്ലോ. അപ്പോൾ സപ്പോസ് എങ്ങാനും മഴ പെയ്ത് കഴിഞ്ഞാൽ തൂവാലടിക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അപ്പുറത്തേക്ക് ഇടുകയാണ് വണ്ടി. പിന്നെ മൂടിയിടുന്നുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ പാർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ സേഫാക്കി മാറ്റി വെക്കും. ഇത് അവർക്ക് തന്നെ കൊടുക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് നമുക്ക് സേഫാക്കിയിട്ട് എടുത്തു വെക്കാൻ നമ്മൾ പറയും. കൊടുക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യുക. സാധാരണ ലൈക്ക് ആരെങ്കിലും വണ്ടി ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പാർട്സ് എല്ലാം കൊണ്ടുപോയി വീട്ടിൽ വെച്ചോട്ടെ. എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് കിട്ടാൻ പാടാണ്. പിന്നെ അതിന് പിന്നാലെ നടക്കേണ്ടി വരും. സോ പാർട്സ് എന്തെങ്കിലും അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ കൊണ്ടുപോയി വീട്ടിലെടുത്തേക്കാം. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. ബോണറ്റ് പിന്നെ നമുക്ക് ബെൻഡ് അടിക്കാം. പിന്നെ ബമ്പറും നമുക്ക് എങ്ങനെയൊക്കെ പാച്ച് ചെയ്തിട്ട് നമുക്ക് ഇടാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ പാർട്സ് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ. അപ്പോൾ പരിപാടി കഴിഞ്ഞു. ഇന്നത്തെ രാത്രിത്തെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ വണ്ടി അവിടെ കയറ്റിയിട്ടിട്ട് നമ്മൾ നാളെ കിറ്റ് വന്നിട്ട് ബാക്കി പണി. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പാർട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി നമ്മൾ നേരെ ബാക്കിൽ കൊണ്ടുവച്ചു. പാർട്സും അതുപോലെ വണ്ടി എടുത്തിട്ട് നമ്മൾ അപ്പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതേ താറുണ്ട് ഇവിടെ. താറെടുത്ത് നമ്മൾ ഇങ്ങോട്ട് ഇടും. അതിൻ്റെ ബാക്കിൽ സിവിക്ക് എടുക്കുന്നുണ്ട്. സോ നമ്മൾ താറെടുത്തിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് സിവിക്ക് എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് കയറ്റിയിടും. എന്നിട്ടാണ് താറിടുള്ളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ കൽബതേ താറിങ്ങോട്ട് കയറ്റിയിട്ടുണ്ട്. നമ്മുടെ സിവിക്ക് ഇതേ 2 കണ്ണും ഇങ്ങനെ മിഴിച്ചിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. സോ നമ്മൾ ഇതെടുത്തിട്ട് നേരെ ഇങ്ങോട്ട് ഇടും. ഓക്കെ. എന്നിട്ട് താറെടുത്തിട്ട് ഇവിടെ ഇടും. അങ്ങനെ. ഇനി ബാക്കി നാളെ ഇൻഷാല്ലാ കിറ്റ് വന്നിട്ട് ബാക്കി പണി. ആഴ്ച നമ്മുടെ ഇന്നത്തെ വർക്ക് നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നാളെ കിറ്റ് വന്നിട്ട് ഇൻഷാല്ലാ നമ്മൾ കിറ്റ് വന്നിട്ട് ഫിക്സ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. സോ സ്കിപ്പ് ആക്കണ്ട. ഓക്കെ. അപ്ഡേഷൻസ് എല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ വർക്കാവുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോ കാണാം.